കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ട ഒരു വാർത്തയാണ് ഈ വീഡിയോയ്ക്ക് ആധാരമായിട്ടുള്ളത്. തൃശ്ശൂരിൽ കെ മുരളീധരൻ തോറ്റതിനെ തുടർന്ന് പല നേതാക്കൾക്കുമെതിരെ നടപടിയെടുക്കുന്ന ഒരു പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. അതായത് കോൺഗ്രസ്സുകാരായ ചില നേതാക്കന്മാർ കെ മുരളീധരൻ്റെ കാല് വാരിയതുകൊണ്ടാണ് അദ്ദേഹം തോറ്റുപോയത് എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡും ലോ കമാൻഡും ഒക്കെ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് തൃശ്ശൂർ DCC പ്രസിഡന്റ് എന്ന ജോസ് വള്ളൂരിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി. UDF കൺവീനറായിരുന്ന MP വിൻസെൻറ്റിനെയും സ്ഥാനത്ത് നിന്ന് മാറ്റി. ഈ രണ്ടു പേർക്കും ഒപ്പം നിന്ന് കെ മുരളീധരനെ പാലം വലിച്ചത് സ്ഥലം MP ആയിരുന്ന TN പ്രതാപനാണ് എന്നാണ് കോൺഗ്രസ്സുകാർ പൊതുവെ സംശയിക്കുന്നത്. മുരളീധരൻ പ്രതാപൻ്റെ പേരെടുത്ത് പറഞ്ഞില്ല, എങ്കിലും ചില സൂചനകൾ നൽകി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ മുരളീധരൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരി ഇപ്പോൾ BJP നേതാവായിരിക്കുന്ന പത്മജ വേണുഗോപാൽ മുരളിയേട്ടന് മുന്നറിയിപ്പ് നൽകിയതാണ്. എൻ്റെ കാല് വാരിയ അതേ ആൾ തന്നെ മുരളിയേട്ടനെയും വാരും, സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. പത്മജയുടെ നാക്കത്ത് ഗുളികനായിരുന്നോ എന്ന് സംശയമുണ്ട്. ഇവർ കാല് വാരിയതുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും കെ മുരളീധരൻ തോറ്റുപോയി എന്നല്ല, മൂന്നാം സ്ഥാനത്തായിപ്പോയി. അങ്ങനെ കണ്ണോത്ത് കരുണാകരൻ്റെ മകൻ കെ മുരളീധരൻ ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്തായിപ്പോയത് പാർട്ടിക്ക് വലിയ ക്ഷീണമായിപ്പോയി. കാരണം രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുമ്പോൾ, ശശി തരൂർ തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ, വടകരയിൽ സിറ്റിംഗ് MP ആയിരിക്കുന്ന കെ മുരളീധരൻ ധൈര്യസമേതം സുരേഷ് ഗോപിയെ നേരിടാൻ ശക്തൻ്റെ തട്ടകത്തിൽ വന്ന് നിൽക്കുമ്പോൾ, തട്ടകം ശക്തൻ്റെ മാത്രമല്ല ലീഡറുടെയും തട്ടകമായിരുന്നു. തൃശ്ശൂർ വന്ന് മത്സരിച്ചിട്ട് അദ്ദേഹം തോറ്റുപോയി എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടത്തിലും മുരളീധരൻ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞിരുന്നത് BJP അക്കൗണ്ട് തുറക്കുക, അത് ബാങ്കിലായിരിക്കും എന്നാണ്. അങ്ങനെ പല ഗീർവാണങ്ങളും അടിച്ച പാവം മുരളീധരൻ തൃശ്ശൂർ തോറ്റപ്പോൾ കോൺഗ്രസ്സുകാർ കാല് വാരിയതാണ് എന്നൊരു തിയറി അവിടെ ഉണ്ടായിക്കൊന്നു. സത്യത്തിൽ ഈ കോൺഗ്രസ്സുകാർ ആരെങ്കിലും വിചാരിച്ചാൽ അവരുടെ വോട്ടല്ലാതെ അവരുടെ ഭാര്യയുടെ വോട്ട് പോലും പിന്തിരിപ്പിക്കാൻ പറ്റുകയില്ല. ലോകപ്രസിദ്ധമായിട്ടുള്ള കാര്യമാണ്. MP വിൻസെൻറ്റ് വിചാരിച്ചാൽ എത്ര ആളുടെ വോട്ട് മാറ്റാൻ പറ്റും? ഒരാളുടെ മാറ്റാൻ പറ്റിയില്ല. വിൻസെൻറ്റിന് തന്നെ വോട്ട് ചെയ്യണ സമയത്ത് നല്ല ഓർമ്മയുണ്ടാവില്ല ആർക്കാണ് വോട്ട് ചെയ്യണത്, പിന്നെയാണ് വോട്ട് മാറ്റുന്നത്. അത് തന്നെയാണ് ജോസ് വള്ളൂരിൻ്റെ കുറച്ച് വ്യത്യാസമുണ്ട്. വോട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവും ആർക്കാണ് വോട്ട് ചെയ്യണമെന്നുള്ളത്. TN പ്രതാപം വിചാരിച്ചാലും വലിയ വോട്ടൊന്നും തൃശ്ശൂർ മാറ്റാൻ പറ്റുകയില്ല. പ്രതാപം മത്സരിക്കുമ്പോൾ വോട്ട് കിട്ടും എന്നല്ലാണ്ട് പ്രതാപം വിചാരിച്ചാൽ വോട്ട് മാറ്റാൻ പറ്റും. ധീവര സമുദായക്കാർ മൊത്തത്തിലെതിരായി അത് കേരളത്തിൽ ഒട്ടുക്കും BJPക്ക് പോയി എന്നുള്ളത് സത്യമാണ്. ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രന് പോയി, എറണാകുളത്ത് KS രാധാകൃഷ്ണൻ കിട്ടി, നമ്മുടെ ചാലക്കുടി മണ്ഡലത്തിൽ BDJSൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടി, ഉണ്ണികൃഷ്ണന് കിട്ടി. അതുപോലെ തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്കും കിട്ടി. എല്ലായിടത്തും സംഭവിച്ചത് തന്നെ തൃശ്ശൂർ സംഭവിച്ചുള്ളൂ. അത് പ്രതാപം മാറിയതുകൊണ്ട് മാത്രമല്ല, മറ്റു കാരണങ്ങളുമുണ്ട്. ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടായി എന്നുള്ള സത്യമാണ്. ക്രിസ്ത്യൻ വോട്ട് പോയത് ഇവരാരെങ്കിലും വിചാരിച്ചിട്ടാണോ? ഒരിക്കലുമല്ല. നമ്മുടെ ആൻഡ്രൂസ് പിതാവും അതുപോലെ താഴത്തെ പിതാവും ഒരുപോലെ UDFനെ പിന്തുണച്ചവരാണ്. പോട്ടെ, യാക്കോബായ സഭയുടെ ഇപ്പോൾ ഓർത്തഡോക്സ് സഭയായി മാറിയിരിക്കുന്ന നമ്മുടെ യൂഹാനോൻ മാർ മിലിത്യോസ് വലിയ കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം പരസ്യമായിട്ട് BJPക്ക് എതിരെ പറഞ്ഞാണ്. എന്നിട്ടുണ്ടായി ഒല്ലൂർ മണ്ഡലത്തിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിലുള്ള കുടിയേറ്റക്കാർ അവരെല്ലാവരും യാക്കോബായക്കാരും ഓർത്തഡോക്സുകാരുമാണ്. അവരെല്ലാവരും ക്യൂ നിന്നിട്ട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു. അത് മിലിത്യോസ് പറഞ്ഞാലും ശരിയാണ്, മിലിത്യോസ് പറഞ്ഞില്ലെങ്കിലും ശരിയാണ്. ആളുകൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ അവർ വോട്ട് ചെയ്യും. മിലിത്യോസ് പറഞ്ഞുകൊണ്ടല്ല വോട്ട് ചെയ്തത്, മിലിത്യോസ് പറയാഞ്ഞുകൊണ്ടും അല്ല വോട്ട് ചെയ്യാമായിരുന്നു. അപ്പോൾ മിലിത്യോസ് വന്നിട്ട് എല്ലാവരും കെ മുരളീധരൻ വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ സുനിൽ കുമാറിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാലും അവർ ഓർത്തഡോക്സുകാരാണെങ്കിലും ശരിയാണ്, യാക്കോബക്കാരാണെങ്കിലും ശരിയാണ്, അവരവരുടെ സൗകര്യം അനുസരിച്ചിട്ട് വോട്ട് ചെയ്യുള്ളൂ. ഇത് തന്നെയാണ് താഴത്തിൻ്റെയും സ്ഥിതി. ആൻഡ്രൂസ് താഴത്തിനെ കാണുമ്പോൾ ആൾക്കാർ കൈമുത്തും, പിതാവേ സുഖമല്ല എന്നൊക്കെ ചോദിക്കും. പക്ഷേ വോട്ട് ചെയ്യാൻ കാലത്ത് പിതാവിൻ്റെ പണി നോക്കിച്ചാട്ടോ നമ്മുടെ വോട്ട് നമുക്ക് തോന്നി വോട്ട് ചെയ്യും എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുക. അത്ര തന്നെ ഉള്ളൂ. അത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടാണ് തൃശ്ശൂർ ഈഴവർ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തത്. ഒരിക്കലുമല്ല. വെള്ളാപ്പള്ളി നടേശൻ സുരേഷ് ഗോപിക്ക് തീരെയും അനുകൂലമായിരുന്നില്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു പ്രതിപത്തിയും കാണിച്ചില്ല. എന്നിട്ടും ഈഴവർ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു. നായന്മാരാരും പറയാനില്ല. സുകുമാരൻ നായർക്ക് സുരേഷ് ഗോപിയെ പണ്ടേ കണ്ടുകൂടാ. പെരുന്നയിൽ പുഷ്പാർച്ചനയ്ക്ക് എന്നിട്ട് അകത്ത് കയറ്റിയില്ല, പിന്നെയാണ് വോട്ട് കൊടുക്കുന്നത്. നല്ല കാര്യമായി. ഇവരെല്ലാം പിന്തുണ ഉണ്ടായിട്ടും കെ മുരളീധരൻ തോറ്റുപോയത് ഒറ്റ കാരണം കൊണ്ടാണ്. പണ്ട് പനമ്പള്ളി പോയെന്നവനും പറഞ്ഞിട്ട് ആളിന് വോട്ട് ചെയ്തില്ല. കെ മുരളീധരന് കിട്ടിയേക്കാൾ കൂടുതൽ വോട്ട് സുരേഷ് ഗോപിക്ക് കിട്ടി. അഥവാ സുരേഷ് ഗോപിക്ക് കിട്ടിയ അത്ര വോട്ട് കെ മുരളീധരൻ കിട്ടിയില്ല, സുനിൽകുമാറിന് കിട്ടിയില്ല. അതുകൊണ്ട് സുരേഷ് ഗോപി ജയിച്ചു, അത്ര കാര്യമുള്ളൂ. അതിന് ഈ ജോസ് വള്ളൂരിൻ്റെ പേരിലോ അല്ലെങ്കിൽ MP വിൻസെൻറ്റിൻ്റെ പേരിലോ TN പ്രതാപൻ്റെ പേരിലോ നടപടി എടുത്തിട്ട് യാതൊരു കാര്യവുമില്ല. ഇത് പാർട്ടി കോൺഗ്രസ്സാണ്. ഇത് നടപടി എടുത്താൽ തന്നെ എന്നുണ്ടാവും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവരെ പഴയ സ്ഥാനത്ത് വയ്ക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ സ്ഥാനത്ത് വയ്ക്കും.
ടി.എൻ. പ്രതാപൻ എത്ര 3.5 ലക്ഷം പോസ്റ്റർ അടിച്ചതിന് ശേഷമാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ എമ്പാടും പുള്ളിയുടെ ഫ്ലെക്സ് വെച്ചതിന് ശേഷമാണ്, പോസ്റ്റർ ഒട്ടിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ മാറ്റിയത്. അത് കഴിഞ്ഞിട്ട് ആ പോസ്റ്ററിൻ്റെ പുറത്താണ് കെ മുരളീധരൻ പോസ്റ്റർ ഒട്ടിച്ചത്. എന്നിട്ടും പ്രതാപൻ മുരളീധരൻ്റെ വലം കൈയായിട്ട് കർത്താവിൻ്റെ കൂടെ പത്രോസ് ലീഹ എന്ന പോലെ നടന്നാണ്. ആളുകൾ വോട്ട് ചെയ്തതിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് പ്രതാപം വിചാരിച്ചാൽ എത്ര വോട്ട് സ്വാധീനിക്കാൻ പറ്റും? പ്രതാപം വിചാരിച്ചാൽ എത്ര വോട്ട് തിരിക്കാൻ പറ്റും? ഒന്നും പറ്റുകയില്ല. ഇതാരും വിചാരിക്കുന്ന പോലെയല്ല. ഞാൻ വേറൊരു ഉദാഹരണം പറയാം, നിങ്ങൾക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലാവാൻ. നമ്മുടെ M.K. രാഘവൻ ഉണ്ടല്ലോ, രാഘവേട്ടൻ എന്ന് കോഴിക്കോട്ടുകാർ വിളിക്കുന്നത്, അദ്ദേഹം 4ാം തവണയാണ് കോഴിക്കോട്ട് നിന്ന് ജയിച്ചത്. കോഴിക്കോട്ടുള്ള എത്ര കോൺഗ്രസ്സുകാർ, എത്ര കോൺഗ്രസ് നേതാക്കൾ ഈ രാഘവേട്ടന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്? പോട്ടെ, ഇവരിൽ എത്ര പേര് രാഘവേട്ടന് വോട്ട് ചെയ്തിട്ടുണ്ട്? രാഘവേട്ടനോട് ഈ ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം ചിരിക്കും, അദ്ദേഹം പുഞ്ചിരിക്കും, വിശദമായിട്ട് പുഞ്ചിരിക്കും. അദ്ദേഹം ഒരിക്കലും സത്യം പറയുകയില്ല, കാരണം സത്യം പറയാൻ പറ്റുകയില്ല. ഇവരാരും പുള്ളിക്ക് വേണ്ടി വോട്ട് ചെയ്യില്ല. ഇവരെല്ലാവരും പുള്ളിക്ക് എതിരെ പണിയുന്നവരാണ്. പക്ഷേ ഇതിനേക്കാൾ വലിയ പണി മാർക്സിസ്റ്റ് പാർട്ടിയിൽ നടക്കുന്നതുകൊണ്ട് രാഘവേട്ടൻ എല്ലാ തവണയും ജയിക്കും. അത്രേ ഉള്ളൂ വ്യത്യാസം. കോൺഗ്രസ്സുകാരുടെ വോട്ട് കൊണ്ടാണ് രാഘവേട്ടൻ ജയിക്കുന്നത്, അല്ല നാട്ടുകാരുടെ വോട്ട് കൊണ്ടാണ്. അതാണ് സംഭവിക്കുന്നത്. മാർക്സിസ്റ്റുകാരുടെ വോട്ട് കൊണ്ടാണ് അദ്ദേഹം ജയിക്കുന്നത്. മിക്കവാറും എല്ലാ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും ജയിക്കുന്നത് പാർട്ടിക്കാരുടെ വോട്ട് കൊണ്ടല്ല, നാട്ടുകാരുടെ വോട്ട് കൊണ്ടാണ്. ഇനി ഉണ്ണിത്താനോട് ചോദിക്കും. കാസർഗോഡ് DCC മൊത്തം ഉണ്ണിത്താനെതിരായിരുന്നു. ചില പ്രത്യേക നേതാക്കന്മാർ, ഞാനിവിടെ പേര് പറയുന്നില്ല, പുള്ളിക്കെതിരെ പരസ്യമായിട്ട് പ്രചരണം നടത്തിയവരാണ്. പിന്നെ ഇവരൊക്കെ പ്രചരണം നടത്തുന്നതുകൊണ്ടാണ് ഉണ്ണിത്താൻ ജയിച്ചത്. കാരണം ഇവർക്ക് അത്രയ്ക്കുള്ള ക്രെഡിബിലിറ്റി ഉള്ളൂ. വിശ്വാസ്യതയില്ലാത്ത ആളുകളാണ് ഓരോ സ്ഥാനത്തിരിക്കുന്നത്. അപ്പോൾ അവരെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇവർക്ക് ഗുണമായിട്ട് ഭാവിക്കും എന്നുള്ളതാണ്. കെ മുരളീധരനെ പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത് ഈ ടി.എൻ. പ്രതാപനും അതുപോലെ ജോസ് വള്ളൂരും അതുപോലെ MP വിൻസെൻറ്റും അടക്കമുള്ള ആളുകൾ പുള്ളിക്ക് എതിരെ പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ്. പുള്ളിക്ക് എതിരെ പ്രവർത്തിച്ചെങ്കിൽ ഒരുപക്ഷെ ജയിച്ചു പോയി. അങ്ങനെയാണ് കോൺഗ്രസ്സുകാർ ജയിക്കുന്നത്. തിരുവനന്തപുരത്ത് തരൂർ ജയിക്കുന്നത് എങ്ങനെ? എല്ലാ കോൺഗ്രസ്സുകാരും തരൂരിൻ്റെ അടുത്ത് കാശ് മേടിക്കും, എന്നിട്ട് പുള്ളിക്കിട്ട് പണിയും. പക്ഷേ ഇവർ എത്ര പണിഞ്ഞാലും തരൂരിന് തോൽപ്പിക്കാൻ പറ്റില്ല. നാട്ടുകാരുടെ വോട്ട് തരൂരിന് കിട്ടും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ വോട്ട് അദ്ദേഹത്തിന് കിട്ടും. ജനസംഖ്യയുടെ 50% സ്ത്രീകളായിരിക്കുന്നിടത്തോളം കാലം ശശി തരൂരിനെ തിരുവനന്തപുരത്ത് തോൽപ്പിക്കാൻ ആർക്കും പറ്റുകയില്ല. ഇത് പരസ്യമായിട്ടുള്ള രഹസ്യമല്ലേ? അതിനുശേഷം ഇങ്ങനെ ഓരോരുത്തരുടെ പേരിൽ നടപടിയെടുത്തിട്ട് എന്താ കാര്യമുള്ളത്? KPCCയും AICCയും ഒക്കെ അപഹാസ്യരാകും എന്നല്ലാണ്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഈ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് എന്ത് പറഞ്ഞാലും ശരിയാണ്. ടി.എൻ. പ്രതാപൻ്റെ പേരിൽ നടപടിയെടുക്കുന്നതിൽ യാതൊരു കഥയുമില്ല എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. ഞാൻ പറഞ്ഞത് കേട്ടിട്ടൊന്നും കോൺഗ്രസ്സുകാർ തീരുമാനമെടുക്കില്ല എന്ന് എനിക്കറിയാം. എന്നാലും പ്രിയപ്പെട്ട സുധാകരനും അതുപോലെ തന്നെ സതീശനും ഒക്കെ ഈ കാര്യം ശ്രദ്ധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.